കാലവർഷത്തിന്റെ പ്രഭാവം സംസ്ഥാനത്ത് തുടരുന്നൊരു പശ്ചാത്തലമാണ് നിലവിലുള്ളത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 8 വരെയെങ്കിലും സംസ്ഥാനത്ത് കനത്ത മഴ തുടരാനുള്ള സാധ്യതയാണ് കാണുകയും ചെയ്യുന്നത്. 24 മണിക്കൂറിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായതോ അതിശക്തമായതോ ആയിട്ടുള്ള മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുകയും ചെയ്യുന്നത്. മിന്നൽ പ്രളയത്തിനുള്ള സാധ്യത നിലവിൽ പുറപ്പെടുവിച്ചിട്ടില്ലെങ്കിൽ പോലും അതിന് സമാനമായിട്ടുള്ളൊരു ജാഗ്രത വേണമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ വിവിധയിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും മറ്റും പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പലയിടങ്ങളിലും പൂർണ്ണമായും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടില്ല. ആറന്മുളയിലും റാന്നിയിലുമൊക്കെ സ്ഥിതി ഗുരുതരമായി തുടരുന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പർ കുട്ടനാട് മേഖലയിലും സ്ഥിതി രൂക്ഷമായി തന്നെ തുടരുന്നൊരു പശ്ചാത്തലമാണ് നിലവിലുള്ളത്. അതിനിടെ തന്നെ മുഖ്യമന്ത്രി ഈ പ്രളയക്കെടുതിയിൽപ്പെട്ടവർക്കുള്ള ധനസഹായവും മറ്റും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും വീട് തകർന്നവർക്കും ഒപ്പം തന്നെ വീടുകളിൽ വെള്ളം കയറി സാധന സാമഗ്രികളൊക്കെ തന്നെയും നശിച്ചവർക്കും ഇത്തരത്തിൽ ദുരിതാശ്വാസ സഹായങ്ങളൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും അടുത്ത നാളുകളിലും മഴയുണ്ടാകുമെന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന വിവരം. നദികളിലെ ജലനിരപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ജല കമ്മീഷന്റെ ഒരു മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവരികയും ചെയ്തിട്ടുണ്ട്. ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. അത് പത്തനംതിട്ട അച്ചൻകോവിലാറ്റിലെ തുമ്പമൺ സ്റ്റേഷനിലും മണിമലയാറ്റിലെ കല്ലൂപ്പാറ സ്റ്റേഷനിലുമാണ് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ളത്. മഞ്ഞ അലർട്ട് നൽകിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ മീനച്ചിൽ, കിടങ്ങൂർ സ്റ്റേഷനിലാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. ഒപ്പം തൃശ്ശൂർ, കരുവന്നൂരിലെ പാലക്കടവ് സ്റ്റേഷനിലും യെല്ലോ അലർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്ന കാര്യം. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നുള്ളതാണ്. പലയിടങ്ങളിലും പുഴകളിലും അതോടൊപ്പം തന്നെ തോടുകളിലുമൊക്കെ തന്നെയും ജലനിരപ്പ് ക്രമാനുഗതമായി ഉയരുന്നൊരു പശ്ചാത്തലം നിലവിലുണ്ട്. മാത്രമല്ല ഡാമുകളുടെയും ഒപ്പം നദീതീരങ്ങളുടെയും വൃഷ്ടി പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത വരും ദിവസങ്ങളിലും പുലർത്തേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ നാളുകളിലുണ്ടായിരുന്ന അതിജാഗ്രത അത് തുടരണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഗുരുതരമായിട്ടുള്ള സാഹചര്യം തുടരുന്ന റാന്നി, ആറന്മുള പോലെയുള്ള സ്ഥലങ്ങളിൽ ഏതായാലും അവിടുത്തെ ജനങ്ങൾ ജാഗ്രത ഒരു കാരണവശാലും കൈവിടരുത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാനും കഴിയുന്നത്. പുതിയ മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തിറങ്ങുകയും ചെയ്യും. ഒരു നൗകാസ്റ്റ് ബുള്ളറ്റിൻ അല്പസമയം മുമ്പ് പുറത്തിറക്കിയിരുന്നു. അതിൽ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്ന വിവരം പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് എന്നുള്ളതാണ്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കൊല്ലം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്കും ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 30 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ പ്രളയക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്ന വിവിധ ജില്ലകളിലെ ജനങ്ങൾക്ക് താങ്ങും തണലുമേകേണ്ട ഒരു സമയമാണ്. സ്വാഭാവികമായും അവർക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.